ജമ്മു കാശ്മീരിൽ നിയമസഭയിൽ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 24 സീറ്റുകളാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. പൂഞ്ച്, കത്വ മേഖലകളിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നത് ആശങ്കയുണ്ടാക്കുന്നുമുണ്ട്. ഷംന ചേരുന്ന വിവരങ്ങളുമായി. ഷംന, ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യം, അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ പുരോഗമിക്കുന്നത്. എന്താണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ഒരു സാഹചര്യം, അന്തരീക്ഷം? എൽദോ, 3 ഘട്ടങ്ങളിലായാണ് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടം സെപ്റ്റംബർ 18-നാണ്. അതിനുശേഷം സെപ്റ്റംബർ 25, ഒക്ടോബർ 1, ഇങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ പുൽവാമ, ദോഡ ഉൾപ്പെടെയുള്ള 24 മണ്ഡലങ്ങളിലും ആയിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അങ്ങനെ മൊത്തം 90 മണ്ഡലങ്ങളിലായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വളരെ ആവേശത്തോടു കൂടിയാണ് അണികളും പാർട്ടികളും ഒക്കെയുള്ളത്. കാരണം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. 10 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ആവേശം ഉറപ്പായുമുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ 5 ദിവസമായി ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 3 ഭീകരരെ സൈന്യം വധിച്ചിരുന്നു. ഒപ്പം തന്നെ 2 ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചിരുന്നു. ഈ ഒരു സാഹചര്യം ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആശങ്ക ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ ഭീകരരുടെ ഒരു പ്രവർത്തനത്തെയും വെച്ച് പൊറുപ്പിക്കില്ല. അതിനെ പൂർണ്ണമായും തടഞ്ഞ് വോട്ടെടുപ്പും മറ്റു കാര്യങ്ങളും സുഗമമായി നടത്താൻ കൂടെ ഉണ്ടാകുമെന്നാണ് സൈന്യം ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഈ 90 മണ്ഡലങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഒക്ടോബർ 8-നാണ്. അതുവരെയും സുരക്ഷ ഉറപ്പാക്കുമെന്ന് തന്നെയാണ് സൈന്യം ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ 10 വർഷത്തിന് ശേഷം നടക്കുന്ന ഈ ഇലക്ഷന്റെ അവസാനഘട്ട പരസ്യ പ്രചാരണമാണിന്ന്. വീടുകൾ കയറി വരെ പ്രചാരണം നടത്തുന്നുണ്ട് പ്രവർത്തകർ. എന്തായാലും വലിയ ആവേശത്തിലാണ് ജമ്മു കാശ്മീർ ഇപ്പോൾ ഉള്ളത്. എൽദോ.